ഇപ്പോൾ വരുന്നൊരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. 24 എക്സ്ക്ലൂസീവ് സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്ത സർവകലാശാല വൈസ് ചാൻസലർമാർ. കേരള, MG, മലയാളം സർവകലാശാല VC-മാരാണ് സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്തത്. തിരുവനന്തപുരം ഉദയ കൺവെൻഷൻ സെന്ററിൽ RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിലാണ് VC-മാരും എത്തിയത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത്. റിനു, ചുരുങ്ങിയ അതിഥികളെ മാത്രം ക്ഷണിച്ചുള്ള, മാധ്യമങ്ങളെ പുറത്തു നിർത്തിയുള്ള പരിപാടിയിലാണ് സംസ്ഥാനത്തെ 3 ഉന്നത യൂണിവേഴ്സിറ്റികളിലെ VC-മാർ അവരുടെ RSS അനുഭാവം പ്രകടമാക്കുന്ന കണക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എന്തിനായിരുന്നു പരിപാടി? എന്തായിരുന്നു പരിപാടി? ആരൊക്കെയായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തവർ? സുഹൈൽ, സംസ്ഥാനത്ത് സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഇപ്പോഴൊന്നുമല്ല, കുറച്ചു കാലമായി നിലനിൽക്കുന്നുണ്ട്. സർവകലാശാലയിലെ പരിപാടിയിൽ ഭാരതാംബയുടെ ദൃശ്യങ്ങളൊക്കെ വെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം, ഗവർണർമാരും സർക്കാരും തമ്മിൽ VC-യെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇതിനിടെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സംഘപരിവാറിന്റെ പരിപാടിയിൽ, സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള പരിപാടിയിൽ കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മേൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ള ദൃശ്യങ്ങളടക്കം നമ്മൾ വാർത്ത പുറത്തുവിട്ടതൊപ്പം MG സർവകലാശാല VC ഡോക്ടർ D മാവൂദ്, മലയാളം സർവകലാശാല VC CR പ്രസാദ് എന്നിവരും ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു. അങ്ങനെ 3 VC-മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇന്ന് വൈകുന്നേരം 4:30 തിരുവനന്തപുരത്തെ ഉദയ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന RSSന്റെ ഔദ്യോഗിക പരിപാടിയൊപ്പം മോഹൻ ഭാഗവത് RSSന്റെ സർസംഘ് ചാലകാണ്. അദ്ദേഹം പങ്കെടുത്ത പരിപാടിയിലാണ് ഈ VC-മാർ പങ്കെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവരാരും തന്നെ ഒരു പ്രതികരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഈ VC-മാർ ഈ സംഘപരിവാറിന്റെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുവാനുള്ള കാരണം എന്ത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നിലവിൽ മാധ്യമങ്ങൾക്കടക്കം വിലക്ക് ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. ഒരു രീതിയിൽ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഈ സർസംഘ് ചാലക് പങ്കെടുത്ത RSSന്റെ 100 ദിനങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ 100 ദിനങ്ങൾ എന്നുള്ള ഈ പരിപാടി. എന്തായാലും നിലവിൽ VC-മാർക്ക് ഈ പരിപാടിയിൽ എന്താണ് കാര്യം എന്നുള്ളതാണ് ചോദ്യമായി ഉയരുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് MG സർവകലാശാലയിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉയർന്ന വിവാദങ്ങൾ അറിയാവുന്നതാണ്. അതുതന്നെയാണ് ഇതിൽ സർക്കാരോട് പ്രതികരിക്കേണ്ടി വരും. കാരണം മാവൂത്തിന്റെ അടക്കം നിയമനത്തിൽ ഈ പറയുന്ന സംഘപരിവാറുകാരെ VC-യെ നിയമിക്കുന്നുവെന്ന ആരോപണം പ്രതിപക്ഷം ഇതിനോടകം ഉയർത്തിയതാണ്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ചാൻസലറായ ഗവർണറുടെ നിയമനത്തിൽ ഇടപെടുന്നില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ ആ പശ്ചാത്തലമൊക്കെ അവിടെ കിടക്കുമ്പോഴാണ് ഈ സർക്കാർ നിയമിച്ച VC-മാരടക്കം, ഇപ്പോൾ തുടരുന്ന VC-മാരടക്കം ഇത്തരത്തിൽ പ്രത്യക്ഷമായി സംഘപരിവാർ 100 വർഷം എന്ന് പറയുമ്പോൾ RSS അനുഭാവ പരിപാടിയാണെന്ന് നിസ്സംശയം പറയാനാകും. അങ്ങനെ പ്രത്യക്ഷ രാഷ്ട്രീയ ഈ പറയുന്ന അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും സർക്കാർ മറുപടി പറയേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള നടപടികളെ കടക്കാൻ സാധ്യത വളരെ വിരളമാണ്. കാരണം അവരുടെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം കൂടിയാണ് ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളത്. സ്വാഭാവികമായും സർക്കാർ പ്രതിക്കൂട്ടിലാകുന്ന ഒരു പരിപാടി കൂടി ആയിരിക്കില്ലേ VC-മാർ ഇവിടെ പങ്കെടുത്തോടെ ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷം നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ച് സ്ഥിതിക്ക് നിലവിൽ ലോക് ഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്തായാലും ഈ VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ കഴിഞ്ഞ സർക്കാരും അല്ലെങ്കിൽ ലോക് ഭവനും തമ്മിൽ, ഗവർണറും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ തന്നെ ഉടലെടുത്തിരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. എന്തായാലും സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ചോദിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടുന്നത്. അത്തരമൊരു വിശദീകരണം നൽകേണ്ടുന്ന ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം നിലവിൽ ഈ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊട്ടുമുമ്പ് MG സർവകലാശാല നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അടക്കം ഈ ലിസ്റ്റ് കണ്ടില്ല എന്നതടക്കമുള്ള ചില ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നതാണ്. അതിൽ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകുവാൻ പോലും ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് ഈ സർവകലാശാല VC-മാർ RSSന്റെ ഔദ്യോഗിക പരിപാടിയിൽ, കേന്ദ്ര സർക്കാരിന്റെ പരിപാടി പോലുമല്ല, RSSന്റെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. SFI അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ RSSന്റെ കാവ്യവൽക്കരണം സർവകലാശാലയിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI-യാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. മോഹൻ കുന്നുമേലിനെ സർവകലാശാലയ്ക്കുള്ളിലേക്ക് കയറ്റാത്ത തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത് RSS കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കേരള VC അടക്കം, മലയാള സർവകലാശാല VC അടക്കം, MG സർവകലാശാല VC അടക്കം പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും RSSന്റെ ഔദ്യോഗിക പരിപാടിയിൽ 3 VC-മാരാണ് പങ്കെടുത്തിരിക്കുന്നത്. നാളെ ഇവർ കൃത്യമായി തന്നെ ഇതിലൊരു പ്രതികരണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തിനാണ് ഈ പരിപാടിയുടെ മുൻനിരയിൽ ഇവർ 3 പേരും പങ്കെടുത്തിരുന്നത് എന്നുള്ളതിൽ. എന്തായാലും നിലവിൽ മോഹൻ ഭാഗവത് പങ്കെടുത്ത ഈ പരിപാടിയിലാണ് ഈ VC-മാർ പങ്കെടുത്തിരിക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. സുഹൈൽ,
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.